അമ്മ ഇവിടെ ഇല്ല. ഞാൻ തനിച്ചേ ഉള്ളൂ. ഒറ്റയ്ക്ക് എന്റെ മുറിയിൽ നിൽക്കാൻ പേടിയില്ലേ? കേസിന്റെ വിചാരണയൊക്കെ കഴിഞ്ഞു. ഇനി ആർഗ്യുമെന്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. കൂലി അല്ലേ കേസ് വാദിച്ചതിന്? എനിക്ക് ചെയ്തതെന്ന ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അതിന്റെ തെളിവാണല്ലോ ഫീസ് കൊണ്ടെത്തുന്നത്. ഫീസ് തന്നതുകൊണ്ട് എന്റെ കടപ്പാട് തീരില്ല. ഏതായാലും ഇനി ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് കീഴടങ്ങേണ്ട കാര്യമില്ല. എന്റെ ഫീസ് പണമായിട്ട് തന്നെ തന്നു. എന്നിൽ നിന്നും അപമര്യാദയായി വല്ല പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. ബാല മര്യാദ ഇല്ലാതെ ഒരിക്കലും പെരുമാറിയിട്ടില്ല. പെരുമാറിയത് ഞാനാണ്. എന്നോട് അല്പം ദയ കൂടെ കാണിക്കണം. എങ്ങനെ? ഇത് വാങ്ങണം. ബാലയുടെ കേസ് ഞാൻ വാദിച്ചത് എന്റെ സ്വന്തം കാര്യമെന്ന നിലയിലാണ്. ആ, അമ്മ വരുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലും. അല്ല, ഡോക്ടറെ കണ്ടിട്ട് കുറെ നാളായല്ലോ. കേസിന്റെ കാര്യത്തിന് ഫോൺ ചെയ്യാറുണ്ടായിരുന്നു. ആങ്ങള അമേരിക്കയിലാണ് അല്ലേ? ആ, ജയം പറഞ്ഞു. കേസ് എങ്ങനെ വരും? വിധി പറയുന്ന ദിവസം അടുക്കും തോറും വല്ലാത്ത ഭയം. ദൈവം നിന്നെ സഹായിക്കും, പേടിക്കണ്ട മോളെ. എന്റെ കാര്യം തന്നെ ആലോചിക്കും. എല്ലാ വിധത്തിലും ചീത്തയായി നടന്നവനാണ് ജയം. ഞാൻ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചു. ഇപ്പോൾ അവൻ കുടി നിർത്തി. സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ വീട്ടിൽ വരും. ഇപ്പോൾ അവൻ ഒരു ചീത്തത്തരവും ഇല്ലെന്നാണ് പലരും പറയുന്നത്. എന്തൊരു മാറ്റം! നിന്നെയും ദൈവം രക്ഷിക്കുമോ? പോട്ടെ അമ്മ. ആ, ചേച്ചി എന്നെ ഇപ്പോൾ പ്രതീക്ഷിച്ചില്ല. ഇല്ല. ഒരു സസ്പെൻസ് ഇരിക്കട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞില്ല മിസ്റ്റർ തിലകൻ. എല്ലാ വിവരങ്ങളും ജയമോഹൻ എന്നെ അറിയിച്ചിട്ടുണ്ട് ചേച്ചി. നിന്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. എന്തിനു വിഷമിക്കണം? ഇവനെന്നെ ഏൽപ്പിച്ചിട്ട് പോയ സുഭയെ പറ്റിയ എല്ലാ വിവരങ്ങളും ഞാൻ മനസ്സിലാക്കി ചേച്ചി. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്റെ ചേച്ചിയുടെ നല്ല മനസ്സുകൊണ്ടായിരിക്കണം. എന്റെ ചീത്ത മനസ്സുകൊണ്ടും അല്ലേ? ആ മിസ്റ്റർ തിലകൻ, ഞാൻ പോട്ടെ. നിങ്ങൾ ആങ്ങൾക്കും പെങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടോ? ഞാനൊരു ശല്യമാവുന്നില്ല. വരട്ടെ. ഇവിടുന്ന് പോയ ശേഷം ഇന്നാണ് സന്തോഷത്തോടെ സ്വാദോടെ ആഹാരം കഴിക്കുന്നത്. നേര് പറയട്ടെ, ഞാനും ഒരു വലിയ നേര് പറയട്ടെ, സന്തോഷത്തോടെ ഞാൻ വിളമ്പുന്നതും ഇന്നാണ്. ആ ജയമോഹൻ സാറിനെ കൂടി ഇന്ന് ഉണ്ണാൻ വിളിക്കാമായിരുന്നു. ശരിയാണ്. ആ, ഇനി സമയമുണ്ടല്ലോ പണിക്കരമാവാ. അദ്ദേഹമാണ് നമ്മളെ രക്ഷിച്ചത്. എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടുള്ള സ്നേഹമാണ്, ആ സാറിനോട്. ആ, ദൈവം സഹായിക്കട്ടെ. ജയമോഹൻ കേസിന്റെ കാര്യത്തിൽ നമ്മളെ വളരെയേറെ സഹായിച്ചു. പക്ഷേ അയാളുടെ സ്വഭാവം അത്ര നല്ലതല്ല. എന്താ ഇത്ര വലിയ സ്വഭാവദൂഷ്യം കണ്ടത്? ഒരു സ്വഭാവദൂഷ്യം കണ്ടുപിടിച്ചിരിക്കുന്നു. ചോളയുള്ള ആമ്പിളരാകുമ്പം അല്ലാതെ ഇവിടെ തകരാറുകളൊക്കെ കാണും. ആ രാമുവിനെ ഈ മിറ്റത്തിട്ട് 3-4 പെടച്ചു. അയാളെ കോടതിയിലിട്ട് വെള്ളം കുടിപ്പിച്ചു. ഞാൻ നാട്ടിൽ പോയി വന്നിട്ട് ജയമോഹൻ ഒരു സുണ്ണാൻ വിളിക്കുന്നുണ്ട്. പോരെ പണിക്കരമാവാ? മതി. ആ, നീ നമ്പർ സാറിനെ കാണാൻ പോകുന്നുണ്ടോ? ഉണ്ട്. നാളെ തന്നെ പോയി കാണണം. പ്രിയ, സാറ് വന്നില്ലേ? ഇല്ല, ഞാൻ തിലകൻ ചേട്ടന്റെ കൂടെ പോന്നു. പ്രിയയെ ഞാനിങ്ങ് കൊണ്ടുപോകുന്നു ചേച്ചി. എന്തിന്? ഞങ്ങളുടെ കല്യാണത്തിന് ചേച്ചിയുടെ അനുവാദവും അനുഗ്രഹവും വാങ്ങിക്കാൻ.
ഞാൻ എന്റെ വാദം ഉപസംഹരിക്കുകയാണ്. ഈ കേസിന്റെ വിധിന്യായം നീതി നിർവഹണ രംഗത്ത് അനർഹമായി രാഷ്ട്രീയക്കാരുടെയും പൊതുപ്രവർത്തകരുടെയും ഇടപെടലിനെതിരെയുള്ള ശക്തമായ ഒരു താക്കീതായിരിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. പൊതുപ്രവർത്തകരാണ് MTP നടത്തിയ പ്രതി ആവശ്യപ്പെട്ടിട്ടും ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് എതിർത്തത്. ഉന്നത സ്ഥാനങ്ങളെ സ്വാധീനിച്ച് ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാതെ സംസ്കരിച്ചത്. ഇറ്റ് മേ ഓൾസോ ബി നോട്ടഡ് ദാറ്റ് ദ ഡെഡ് ബോഡി വാസ് ക്രിമേറ്റഡ്. പോസ്റ്റ്മോർട്ടത്തിൽ തെളിവുകളില്ലെങ്കിൽ കൂടി സാക്ഷിമൊഴികളിൽ നിന്നും പ്രതി നിരപരാധിയാണെന്ന് അസന്നിഗ്ധമായി തെളിഞ്ഞിരിക്കുന്നു. രണ്ടാം സാക്ഷി രാമുവിന്റെ മൊഴിയിൽ നിന്ന് തന്നെ മരിച്ച സുഭാഷിണി ഒരു ദുർനടപടിക്കാരിയാണെന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട്. സാക്ഷി തന്നെ ഗർഭമലസിക്കാൻ ഏതോ ഒരു കമ്പൗണ്ടർ എഴുതി കൊടുത്ത മരുന്ന് വാങ്ങിച്ചു കൊടുത്തതായും സമ്മതിച്ചിട്ടുണ്ട്. MTP നടത്താൻ സഹായിച്ച നഴ്സുമാരുടെയും മറ്റും മൊഴികൾ പരിശോധിച്ചാൽ ഡോക്ടർ ബാലാദേവിയിൽ നിന്നും അല്പം പോലും അശ്രദ്ധയുണ്ടായിട്ടില്ലെന്നുള്ളത് വ്യക്തമാണ്. ഡു യു എക്സ്പെക്ട് ദി നേഴ്സ് ഹു വാസ് അസിസ്റ്റിംഗ് ദി അക്യൂസ്ഡ് ഇൻ ദി തിയേറ്റർ വിൽ സ്വെയർ അഗൈൻസ്റ്റ് ഹർ? അവർ ഒരുമിച്ച് ദിവസവും ഓപ്പറേഷൻ തിയേറ്ററിൽ സഹകരിക്കുന്നവരാണ്. അതുകൊണ്ട് കുറ്റകൃത്യം ചെയ്ത ഡോക്ടർക്കെതിരായി അവർ മൊഴി കൊടുക്കുമെന്ന് വിശ്വസിക്കാൻ സാധ്യമല്ല. യുവർ ഓണർ, വിദഗ്ധ ഡോക്ടർമാരുടെ മൊഴിയിലും MTP നടത്തുമ്പോൾ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി രോഗി മരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിദഗ്ധ ഡോക്ടറുടെ തെളിവും നിങ്ങളെ ഈ കേസിൽ സഹായിക്കില്ല. പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല. ഡോക്ടർമാരുടെ അഭിപ്രായം അതേപടി സ്വീകരിച്ചുകൊള്ളണമെന്നില്ലല്ലോ. യെസ് യുവർ ഓണർ, ദാറ്റ് ഈസ് വെൽ സെറ്റിൽഡ് ലോ. സുപ്രീം കോടതി അതേപ്പറ്റി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർമാരുടെയും പ്രതിയുടെ കീഴ് ജീവനക്കാരിയായ നഴ്സിന്റെയും തെളിവ് ഈ കേസിൽ പ്രതിയെ രക്ഷിക്കുകയില്ല. നിശ്ചയമായും യുവർ ഓണർ, ഈ കേസിലെ മറ്റ് തെളിവുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രതിയുടെ പെരുമാറ്റം, മരിച്ച സുഭാഷിണിയുടെ വീട്ടിൽ പോയി അവരെ നിർബന്ധിച്ച് വിളിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയതും പ്രതിയാണ്. ഏതെങ്കിലും ഒരു ഡോക്ടർ ഇങ്ങനെ ചെയ്തതായി കേട്ടുകേൾവി പോലുമില്ല. ഇറ്റ് ഈസ് ക്വൈറ്റ് സർപ്രൈസിംഗ്. പ്രതിയുടെ സഹോദരനും സുഭാഷിണിയും തമ്മിലുണ്ടായിരുന്ന പ്രേമബന്ധം കണക്കിലെടുക്കണം. കമ്പൗണ്ടർ സുഭാഷിണിക്ക് മരുന്ന് കൊടുത്തെങ്കിൽ തന്നെ അതിന് ഈ കേസുമായി എന്ത് ബന്ധമാണുള്ളത്? ക്വൈറ്റ് റെലവന്റ്. ഈ കാര്യങ്ങൾക്കൊന്നും പ്രതിഭാഗത്തേക്ക് ഹാജരാകുന്ന എന്റെ സ്നേഹിതൻ ഒരു സമാധാനവും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ഒരു സമാധാനം പറയാനുമില്ല. സുഭാഷിണി സ്വമേധയാ അബോർഷന് വേണ്ടി പ്രതിയെ സമീപിച്ചു എന്ന് വിശ്വസിക്കാനും പ്രയാസം. ഈ രാജ്യത്ത് മറ്റ് ഡോക്ടർമാരും ആശുപത്രിയും ഇല്ലാത്തതുപോലെ അവളുടെ കാമുകന്റെ സഹോദരിയെ തന്നെ സമീപിക്കണോ? യുവർ ഓണർ, പ്രതിയുടെ പേരിലുള്ള കേസ് അസന്നിഗ്ധമായി സംശയാതീതമായി തെളിഞ്ഞിട്ടുണ്ട്. ആകയാൽ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ പ്രതിക്ക് നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കേസ് വിധി പറയാൻ 9-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. തിലകനില്ലേ? തിലകം പുറത്തുപോയി. കയറിയിരിക്കുന്നു. നാളെ കേസിന്റെ വിധി പറയും. അതിനു മുമ്പ് ബാലയെ ഒന്ന് കാണണമെന്ന് തോന്നി. മുറിയിലിരിക്കാം. വേണ്ട. ബാലയുടെ കേസിന്റെ വിധി എന്താകുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോ ശിക്ഷ കിട്ടും. അതാണ് വിധി അറിയുന്നതിന് മുമ്പേ ഒന്ന് കാണാനുണ്ടായ പ്രേരണ. ഒരുപക്ഷെ ഇനി നാം തമ്മിൽ കണ്ടുവന്ന് വരില്ല. എന്നിൽ നിന്നും എന്തെങ്കിലും തെറ്റായ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറന്നേക്കും. വരട്ടെ. TC 316 പ്രതി ദേവകിയമ്മ ബാലാദേവി. ദേവകിയമ്മ ബാലാദേവി.
ഉന്നതന്മാരായ ചിലരുടെ ഇടപെടലുകൾ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പ്രേതം പോസ്റ്റ്മോർട്ടം നടത്താതിരുന്നതിൽ നിന്ന് വ്യക്തമാണ്. സാക്ഷിമൊഴികളും അപൂർണവും പരസ്പര ബന്ധമില്ലാത്തവയും അവിശ്വസനീയവുമാണ്. പ്രതിയുടെ അശ്രദ്ധ കൊണ്ടല്ല സുഭാഷിണി മരണപ്പെട്ടതെന്നും സ്വമേധയാ അബോർഷന് വിധേയായതാണെന്നും തെളിവ് കൊണ്ട് കാണുന്നു. അതിനാൽ പ്രതി കുറ്റക്കാരിയല്ലെന്ന് കണ്ട് വെറുതെ വിട്ടിരിക്കുന്നു. നിങ്ങൾ പോയിക്കോളൂ. na 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 na